ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു ഫിഷ് ടാങ്ക് PC ബിൽഡ്. ആ ഒരു ബിൽഡ് വീഡിയോയുടെ താഴെ കുറെ ആൾക്കാർ വന്നിട്ട് പറയാണ് ഗൈസ് ഈ ഒരു ബിൽഡ് ഇതേപോലെ നിങ്ങൾ ഇനിയും ചെയ്യണം. അങ്ങനെ കുറെ ആൾക്കാർ ഒരു ഫേവറേറ്റ് കൈൻഡ് ഓഫ് ഒരു PC ആയിട്ട് കണക്കാക്കുന്ന ഒരു ബിൽഡാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്. Nvidia'യുടെ RTX-ലെ 4080 സൂപ്പർ എക്സ്പേർട്ടിന്റെ ലാസ്റ്റ് വേർഷൻ ആണ്, ലാസ്റ്റ് യൂണിറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ എല്ലാ കാര്യങ്ങളും 50 സീരീസിലോട്ട് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞു, ലാസ്റ്റ് കാർഡാണ്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ കോമ്പണൻസ് ആണ് എടുത്തത്. സോ വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, ദിസ് ഇസ് പ്രശാന്ത് ആവി ആൻഡ് യു ആർ വാച്ചിങ് Geekbox TV. ഗൈസ്, ആദ്യം തന്നെ നമ്മൾ ഈ ഒരു PC ബിൽഡിൽ എടുത്തിരിക്കുന്ന പ്രൊസസർ AMDയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള Ryzen 7 9800X 3D ആണ്. 3D എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതൊരു പ്യൂർലി ഗെയിമിംഗ് പ്ലസ് സ്ട്രീമിംഗിന് വേണ്ടിയുള്ള ഒരു PC ബിൽഡാണ് നമ്മൾ ഈ ഒരു കസ്റ്റമറിന് വേണ്ടി ബിൽഡ് ചെയ്തിരിക്കുന്നത്. GTA 5 RPയും അതേപോലെ തന്നെ വാലറന്റും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പല ഗെയിംസുകളും സ്ട്രീം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ വേൾഡിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് പ്രൊസസറാണ് 9800X 3D. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 9950X 3D ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ ബിൽഡ് വീഡിയോ അധികം വൈകാതെ വരുന്നുണ്ട്. 50,000 ബഡ്ജറ്റിൽ ഏറ്റവും വർത്ത് ആയിട്ടുള്ള ഒരു പ്രൊസസർ തന്നെയാണ് 9800X 3D. പിന്നെ ഇന്റലിന്റെ കാര്യം ഇപ്പൊ പറയാതിരിക്കുന്നതാണ് നല്ലത്. അത് AMDയിൽ ഏറ്റവും ബെസ്റ്റ് ഗെയിമിംഗ് പ്രൊസസർ ഇൻ ദ വേൾഡ് ആയിട്ട് പറയുന്ന ഒരു പ്രൊസസറാണിത്. ഗൈസ്, മദർ ബോർഡ് ചോയ്സ് ആയിട്ട് ഇത്രയും വലിയൊരു 50,000 രൂപയുടെ പ്രൊസറൊക്കെ ഉപയോഗിക്കുമ്പോൾ ചില ആൾക്കാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ 15,000 രൂപയുടെ മദർ ബോർഡ് ഉപയോഗിക്കുകയാണ്. നിങ്ങൾക്ക് 15,000 രൂപയുടെ മദർ ബോർഡ് ഉണ്ടെങ്കിൽ ഫീച്ചേഴ്സ് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ 15,000 താഴെ പോലും ഈ പറഞ്ഞ 9800X 3D ഫ്ലുവന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മദർ ബോർഡ്സ് അവൈലബിൾ ആണ്. എല്ലാ ബ്രാൻഡുകളിലും അത് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും പ്രിഫർ ചെയ്യാം. അപ്പൊ എനിക്കിനി ഈ ഒരു ബോർഡോ അല്ലെങ്കിൽ എനിക്കിനി പ്രൊസസർ ഒന്നും അപ്ഗ്രേഡ് ചെയ്യാതെ ഇനി ഫ്യൂച്ചറിൽ ചിലപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള AM5 വരുന്ന പ്രൊസസർ എനിക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഹയർ എൻഡ് ആയിട്ടുള്ള ഒരു ബോർഡ് എടുത്തോളൂ എന്ന് പറയുമ്പോൾ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിൽ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഓവർക്ലോക്ക് ഒക്കെ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ MSIയുടെ MPG X870E കാർബൺ വൈഫൈ, ഇത് ഈ ഒരു മദർ ബോർഡ് എന്ന് പറയുന്നത് പല സ്ട്രീമേഴ്സും ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ബിൽഡ് ക്വാളിറ്റി കോംപ്രമൈസ് ഇല്ല, പെർഫോമൻസിൽ ക്വാളിറ്റി കോംപ്രമൈസ് വരുന്നില്ല. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും ഈ ഒരു മദർ ബോർഡിന്റെ IO പോർട്സ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഡെഫിനറ്റ്ലി കുറച്ച് എക്സ്പെൻസീവ് ആണ്. 50,000 രൂപയോളം ഈ ഒരു മദർ ബോർഡ് റേറ്റ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ക്വാളിറ്റി വേണം, ഫ്യൂച്ചർ പ്രൂഫ് ആണ് വേണ്ടതെങ്കിൽ ഡെഫിനറ്റ്ലി ദിസ് ഈസ് ദ റൈറ്റ് ചോയ്സ്. നിങ്ങൾക്കറിയാം ഗെയിമിംഗ്, സ്ട്രീമിംഗ്, എഡിറ്റിംഗ്, കോണ്ടന്റ് ക്രിയേഷൻ എല്ലാ കാര്യങ്ങളും വരുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു 32 GB വേണം. പക്ഷേ സ്ട്രീമിംഗ് നമ്മൾ അത്യാവശ്യം 2K റേഞ്ചിലൊക്കെ നിങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ 64 GB ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അതും G-Skillന്റെ Trident Neo 6GB RAM ആണ്, 6000 MHz ആണ്, ക്ലോക്ക് ലാറ്റൻസി 32 GB സ്റ്റിക്ക് ആണ്, ഡുവൽ സ്റ്റിക്ക് ആണ്, 64 GB. അതും ഒരു റീസണബിൾ പ്രൈസ്ഡ് ആണ്. G-Skillന്റെ റാമുകൾ ലൈഫ് ടൈം വാറണ്ടി വരുന്നുണ്ട്. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. സ്റ്റോറേജ് എന്ന് പറയുന്ന സെക്ഷൻ വരുമ്പോൾ ചില ആൾക്കാർക്ക് 500 GB ആവശ്യം വരുള്ളൂ. കാരണം അവർ കൂടുതൽ കളിക്കുന്നത് ഓൺലൈൻ ഗെയിംസ് ആണ് എന്ന് പറയുന്നവരുണ്ട്. ചില ആൾക്കാർ ഈ പറഞ്ഞ മീഡിയ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവരും ലൈവ് സ്ട്രീം ചെയ്തിട്ട് അതിനെ കോണ്ടന്റ് ആയിട്ട് ഫ്യൂച്ചറിൽ അവർ യൂസ് ചെയ്യുന്നവരുണ്ടാവും. അതേപോലെ കൂടുതൽ ഡൗൺലോഡ് ചെയ്യുന്ന ആൾക്കാരുകൾ ഉണ്ടാവും. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഈ ഒരു ക്ലയന്റ്. നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു 1 TBയുടെ ഒരു SSD പ്രൈമറി ആയിട്ടും വെച്ചിട്ട് 2 TBയുടെ ഒരു സെക്കൻഡറി SSD വെച്ചിട്ടുണ്ട്. രണ്ടും XPGയുടെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള S70 ബ്ലേഡ് SSDs ആണ്. 7000 മുകളിൽ MB/s റീഡ് റൈറ്റ് സ്പീഡ് വരുന്നുണ്ട്. അതിലുപരി 5 ഇയർ വാറണ്ടി വരുന്നുണ്ട്. പിന്നെ റേറ്റ് വരുമ്പോൾ ഏറ്റവും റീസണബിൾ പ്രൈസ് ആണ്. 7,500 രൂപ റേഞ്ചിനകത്തൊക്കെ നിങ്ങൾക്ക് 1 TBയുടെ SSD Gen 4 SSD നിങ്ങൾക്ക് കിട്ടും. ഇനി Gen 3 അല്ലെങ്കിൽ Gen 4 തന്നെ നിങ്ങൾക്ക് സ്പീഡ് കുറഞ്ഞ മോഡൽസും XPGയിൽ അവൈലബിൾ ആണ്. S60 എന്നൊക്കെ പറയും. അതൊക്കെ ആണെങ്കിൽ ഒരു 4,500 5,000 രൂപ 2,000 രൂപയുടെ ഗ്യാപ്പ് ഒക്കെ വരുള്ളൂ. ഓവറോൾ നിങ്ങൾ SSDയുടെ സ്പീഡ് ഒക്കെ നോക്കി നിങ്ങൾ ക്വാളിറ്റി നോക്കി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ. ഇനി 2 TB ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ 7,000 രൂപ മുടക്കുന്നിടത്ത് അതിന്റെ 2 ഇരട്ടി മുടക്കേണ്ടി വരും. അപ്പൊ മൊത്തം 3 TB ആണ് ഈ ഒരു പർട്ടിക്കുലർ PC ബിൽഡിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റോറേജ് ആയിട്ട്. നമ്മൾ ഈ ഒരു ബിൽഡിൽ ഉപയോഗിച്ചിരിക്കുന്ന കൂളർ എന്ന് പറയുമ്പോൾ Thermal Techന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള TX സീരീസിലുള്ള 360mm ARGB ലിക്വിഡ് കൂളർ ആണ്. ഇതിൽ ഇൻ ഡിസ്പ്ലേ വരുന്നുണ്ട്. നല്ലൊരു ARGB ഫാൻസ്, അതായത് PWM ഫാൻസ് വരുന്നുണ്ട്. ഡെഫിനറ്റ്ലി 9800X 3D ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു അൺലോക്ഡ് പ്രൊസറാണ്. ഏറ്റവും നല്ലൊരു ലിക്വിഡ് കൂളർ തന്നെ ഓപ്റ്റ് ചെയ്യണം. ടവർ 600 ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ക്യാബിനറ്റ്. അതും ഈ ഒരു ക്യാബിനറ്റ് എന്തുകൊണ്ട് ചൂസ് ചെയ്യുന്ന ഫിഷ് ടാങ്ക് എന്ന് പറയുന്ന ഒരു ലുക്ക് ഈ ഒരു ക്യാബിനറ്റിലാണ് വരുന്നത്. ഒരു 14,000 രൂപ റേഞ്ചിലൊക്കെ വരുന്നുള്ളൂ എന്ന് പറയുന്നത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ATX സൈസിലുള്ള മദർ ബോർഡ്സുകൾ പോലും ഇതിൽ സപ്പോർട്ട് ചെയ്യും. ഇനി നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറച്ച് കമ്മിയാണ്, നിങ്ങളുടെ മദർ ബോർഡിന്റെ സൈസ് ഇത്ര ഇല്ല, നിങ്ങളൊരു M-ATX മദർ ബോർഡ് ഒക്കെയാണ് നോക്കുന്നതെങ്കിൽ Geekboxൽ നിങ്ങൾക്ക് ലൈവ് വന്നാൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാം, കണ്ടു നോക്കാം. പിന്നെ കളർ വേരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ ബ്ലാക്കും വൈറ്റും അല്ല, മാക്ക ഗ്രീൻ, റേസിംഗ്
ഗ്രീൻ, അതേപോലെ തന്നെ ബംബിൾ ബി യെല്ലോ കളർ ഉണ്ട്, അങ്ങനെ ഒരു സിയാൻ കളർ അവൈലബിൾ ആണ്. അങ്ങനെ കുറെ കളേഴ്സ് ഇതിൽ അവൈലബിൾ ആണ്. ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റം ചെയ്ത് ഇത് എടുക്കാനുള്ള ഓപ്ഷനും തേർമൽ ടെക് ബ്രാൻഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചറിൽ എന്ത് സാധനം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് PSU അപ്ഗ്രേഡ് ചെയ്യാൻ പാടില്ല എന്ന രീതി കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന PSU കോർസെയറിന്റെ HXO 1200i പ്ലാറ്റിനം PSU ആണ്. പ്ലാറ്റിനം എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ഓവർകിൽ PSU ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ ഒരു റേഞ്ചിൽ ഒരു പ്ലാറ്റിനം ഗ്രേഡ് ഉപയോഗിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. നിങ്ങൾക്ക് കോർസെയറിന് പകരം ആൾട്ടർനേറ്റീവ് ആയിട്ട് MSI നോക്കാവുന്നതാണ്. അതുകൂടാതെ ഡീപ് കൂളിന്റെ സീരീസും അവൈലബിൾ ആണ്. കൂളർ മാസ്റ്ററിലും ഉണ്ട് കേട്ടോ. പക്ഷേ കോർസെയർ ആണ് ഈ PSUയിൽ ഏറ്റവും ഹയർ റേഞ്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രീമിയം, അൾട്രാ പ്രീമിയം എന്നൊക്കെ പറയണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന PSU സെഗ്മെന്റ് ആണ് കോർസെയറിനുള്ളത്. അറൌണ്ട് 10 ഇയേഴ്സ് വാറണ്ടി എടുത്ത് നിങ്ങൾക്ക് 10 വർഷത്തിനകത്ത് ഈ PSUന് എന്ത് തന്നെ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് റിപ്ലേസ്മെന്റ് യൂണിറ്റ് കിട്ടും. ഫിസിക്കലി ഡാമേജ് ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ 10 വർഷത്തേക്ക് ഇനി PSUന്റെ കാര്യം നോക്കേ വേണ്ട. ഗൈസ്, ഈ ഒരു ബിൽഡ് ചെയ്യാൻ പറഞ്ഞപ്പോൾ തന്നെ ക്ലയന്റിന് 50 സീരീസ് എടുക്കണമെന്നുള്ള ഒരു ധാരണ ഇല്ലായിരുന്നു. 40 സീരീസിൽ ഏറ്റവും ബെസ്റ്റ് കാർഡ് വേണമെന്നായിരുന്നു. അപ്പോൾ 4090 ഒന്നും മാർക്കറ്റിൽ ലഭ്യമല്ല. ആൾറെഡി കുറെ മോഡൽസ് ഒക്കെ ഉണ്ടായിരുന്നു, എല്ലാം സ്റ്റോക്ക് ഔട്ട് ആയി. പിന്നെ 4070 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ലാസ്റ്റ് യൂണിറ്റ് കഷ്ടിച്ച് നമുക്ക് MSI കിട്ടിയ ഒരു മോഡലാണ് MSIയുടെ RTX 4080 സൂപ്പർ എക്സ്പേർട്ട് എഡിഷൻ. ഈ ഒരു കാർഡാണ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ബിൽഡിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 1,12,000 രൂപ റേഞ്ച് ആണ് ടോട്ടൽ ഈ ഒരു കാർഡിന് വില വരുന്നത്. 50 സീരീസ് ഇറങ്ങിയ ഒരു സമയം ആയതുകൊണ്ട് തന്നെ ഏത് മോഡലിൽ നിങ്ങൾക്ക് അപ്പൊ ഇതിൽ നിങ്ങൾക്ക് 4080 സൂപ്പർ എക്സ്പേർട്ടിന് പകരമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബിൽഡിൽ 5070 Ti 16GB വെക്കാവുന്നതാണ്. അത് MSIയുടെ കാർഡ് അവൈലബിൾ ആണ്, Zotac അവൈലബിൾ ആണ്, Inno 3D അവൈലബിൾ ആണ്. MSIയുടെ കാർഡാണ് ഞാൻ ഈ പറയുന്നത്. MSIയുടെ തന്നെ ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് 5070 Ti യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പർട്ടിക്കുലർ എമൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് ഈ 4080 സൂപ്പർ എക്സ്പേർട്ട് മാറ്റിയിട്ട് അതിൽ 5070 സീരീസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇനി ഈ വീഡിയോ കാണുമ്പോൾ ഇത് 4080 സൂപ്പർ എക്സ്പേർട്ട് പഴയതല്ലേ, പുതിയത് വെച്ചുകൂടെ എന്നൊന്നും ചോദിക്കേണ്ട. ഡെഫിനറ്റ്ലി ഇത് നിങ്ങൾ ഫ്യൂച്ചർ ആയിട്ട് കാണുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് വെർത്ത് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഈ ഒരു PC ബിൽഡ് ബ്യൂട്ടിഫുൾ ആക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി നല്ലൊരു ARGB ഫാൻസ് വേണം. അതുമല്ല, നിങ്ങൾക്ക് ഒരു ഫിഷ് ടാങ്ക് PC ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഫാൻസിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത്. ഇനിയിപ്പോൾ ഹൈറ്റിന്റെ ബിൽഡ് ചെയ്യുമ്പോഴായ പോലും നമ്മൾ കുറഞ്ഞ ഫാനുകൾ ഉപയോഗിച്ചാൽ PWM ആണെങ്കിൽ പോലും ഫാനിന്റെ RPM വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകമാണ്. 2 കിറ്റ് ലിയാൻ ലീയുടെ യുണി ഫാൻസ് SL ഇൻഫിനിറ്റി ഫാൻസ് ആണ് നമ്മൾ ഈ ഒരു ബിൽഡിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഏറ്റവും ബെസ്റ്റ് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസും അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല PWM ഫാൻസും പ്രൊവൈഡ് ചെയ്യുന്നത് ലിയാൻ ലീയും കോർസെയറുമാണ്. കോർസെയറിൽ ഇത്രയും ലുക്കും കാര്യങ്ങളൊന്നും വരത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ലിയാൻ ലീയിലോട്ട് പോയത്. പിന്നെ ഇതൊരു ബ്രിഡ്ജ് മെക്കാനിസത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫാൻ മോഡൽസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ കേബിൾ മാനേജ്മെന്റിന്റെ എഫേർട്ട് നമുക്ക് എടുക്കേണ്ടി വരില്ല. കുറെ കൂടെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വാറണ്ടി റിപ്ലേസ്മെന്റ് ഒക്കെ വരികയാണെങ്കിൽ പോലും ഒരു ഫാൻ മാത്രമായിട്ട് നമുക്ക് വേണമെങ്കിൽ റിപ്ലേസ്മെന്റിന് അല്ലെങ്കിൽ വാറണ്ടിക്ക് കൊടുത്ത് നമുക്ക് റിപ്ലേസ്മെന്റ് ഈസിലി കിട്ടും. കേബിൾസ് ഒന്നും അപ്പോൾ നമ്മുടെ കേബിൾ മാനേജ്മെന്റിൽ ഒരു രീതിയിലും ബാധിക്കാത്ത രീതിയിൽ നമുക്ക് ഈ ഫാൻസ് അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഈ ഒരു ഫാനിന്റെ ഏറ്റവും വലിയ സവിശേഷത. ഈ ഒരു ഫാൻസിന്റെ റേറ്റ് 7,500-8,000 രൂപ റേഞ്ചിനകത്ത് വരും. അതും ഒരു ഫാൻ കിറ്റ് ആണ്. കുറഞ്ഞ ഫാൻസുകളൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സ്കൈ ഫ്ലോ ഫാൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് 6 ഫാൻസ് 2 കിറ്റ് ഫാൻസ് കിട്ടും എന്നുള്ളതാണ്. എപ്പോഴും ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക. എസ്പെഷ്യലി ഒരു 3 ലക്ഷം രൂപ 2.5 ലക്ഷം രൂപയ്ക്ക് മുകളിലും 3-3.5 ലക്ഷം രൂപ 5 ലക്ഷം രൂപയ്ക്കൊക്കെ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ക്വാളിറ്റിക്കാണ് ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത്, ക്വാണ്ടിറ്റിക്ക് അല്ല. ഗൈസ്, ഈ ഒരു PC ബിൽഡിന്റെ ഓവറോൾ കോൺഫിഗറേഷൻ ആണ് ഞാൻ പറഞ്ഞത്. ഇനി ഈ ക്ലയന്റ് അഡീഷണൽ ആയിട്ട് പർച്ചേസ് ചെയ്തത് ഒരു മോണിറ്ററും കൂടിയാണ്. അത് ബെൻക്യൂന്റെ EX270M 240 Hz IPS പാനലാണ്. IPS മോണിറ്ററിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ക്വാളിറ്റി ബിൽഡ് ക്വാളിറ്റി ആട്ടോ. ബിൽഡ് ക്വാളിറ്റിയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മോണിറ്റർ സെഗ്മെന്റ് ആണ് ബെൻക്യൂവിൻ്റെത്. ഒരു അല്പമൊക്കെ കോംപ്രമൈസ് ചെയ്യാം, റേറ്റ് കുറച്ച് കമ്മിയായിട്ട് ഇരിക്കണമെങ്കിൽ നിങ്ങൾക്ക് AOC മോഡൽസ് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മോഡൽ അറൗണ്ട് ഒരു 24,000-25,000 റുപ്പീസിനകത്ത് വില വരുന്നുണ്ട്. എക്സ്പെൻസീവ് ആണ്. ആൾട്ടർനേറ്റീവ്സ് നോക്കാം. അതുകൂടാതെ ഈ ഒരു ബിൽഡിന്റെ ഓവറോൾ റേറ്റ് 3,70,70,000 രൂപയോളം വരുന്നുണ്ട്. ലൈഫ് ലോങ് പ്രീമിയം സ്യൂട്ടും ഈ ഒരു ക്ലയന്റ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 10 വർഷത്തേക്ക് എന്റെ സർവീസിന്റെ കാര്യത്തിൽ യാതൊരു പേടിയും വേണ്ട. നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ആയിട്ട് നമ്മൾ തരുന്നുണ്ടാവും. എടുത്തു കഴിഞ്ഞുള്ള ഗുണം സർവീസ് ഇസ് ആബ്സല്യൂട്ട്ലി ഫ്രീ. അത് ട്രിവാൻഡ്രത്തായാലും കൊച്ചിൻ ഓഫീസിലായാലും നമുക്ക് ഗിഗ് ബോസിന് സർവീസസ് ആക്ച്വലി ഈ ഒരു പാക്കേജ് എടുക്കുന്നവർക്ക് ഫ്രീ ആണ്. പിന്നെ ഇതേപോലത്തെ ഒരു ബിൽഡ് നിങ്ങൾ ഇനി ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എന്ത് തന്നെ റിക്വയർമെന്റ് ആയിക്കോട്ടെ, ഗെയിമിംഗ്, സ്ട്രീമിംഗ്, കോണ്ടന്റ് ക്രിയേഷൻ, എഡിറ്റിംഗ്, 3D വിഷ്വലൈസേഷൻ എന്ത് തന്നെ ആയിക്കോട്ടെ, ഈ പർട്ടിക്കുലർ സ്പെക്ക് നിങ്ങൾക്ക് എല്ലാ ബിൽഡുകൾക്കും യൂസ് ചെയ്യാവുന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ 9800X 3D മാറ്റി നിങ്ങൾക്ക് 9950Xലോട്ട് പോകാം. അതേപോലെ തന്നെ RAM 64 128GB ആഡ് ചെയ്യാം. ഇതിൽ ഉപയോഗിക്കുന്നത് എക്സാക്ട്ലി ഡിറ്റോ കോപ്പി ആയിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇത്രയും വില വരുന്ന ഒരു ബിൽഡ് ആയിട്ട് മാറത്തുള്ളൂ. ഇനി അത് വേണ്ട, നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാണ്. പല കാര്യങ്ങളും നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ മദർ ബോർഡ് 50,000 രൂപയുടെ വേണ്ട 15,000 രൂപയുടെ ആണെങ്കിൽ തന്നെ 35,000 രൂപയോളം നിങ്ങൾക്ക് അതിൽ കുറയാൻ പറ്റും. അത് നിങ്ങളുടെ ബഡ്ജറ്റിനെയും സാരമായിട്ട് ഡിക്രീസ് ചെയ്യാനായിട്ട് ഉപകാരപ്പെടും കേട്ടോ. EMI ഓപ്ഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടുള്ള EMI മാത്രമേ ഗിഗ് ബോസിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അതും കൂടെ ഒന്നും മറന്നു പോകരുത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ
ഇതേപോലത്തെ കൂൾ PC ബിൽഡ് വീഡിയോസുമായിട്ട് നമ്മൾ ഇനിയും വരുന്നുണ്ടാവും. ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരായിരിക്കും കൂടുതൽ ഈ ഒരു സെക്ഷൻ വരെ കാണുമെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മുടെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും പ്രശാന്ത് ആവി സൈനിങ് ഓഫ്.